ഈ വനിതാ കമ്മീഷന്റെ ഒരു എക്സിക്യൂട്ടീവ് ഒരു പ്രതിനിധി ഈ കാര്യങ്ങൾ അന്വേഷിച്ചു പറഞ്ഞല്ലോ ഷൂട്ടിന്റെ. ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷം ആ സെറ്റുകളിലെ അറ്റ്മോസ്ഫിയർ മാറിയോ മലയാള സിനിമ? കുറേയൊക്കെ തീർച്ചയായിട്ടും കുറേയൊക്കെ. കാരണം ഈ ബാത്റൂം സൗകര്യങ്ങൾ പണ്ടൊക്കെ ആർക്കും ഉണ്ടായിരുന്നില്ല ആ ഫെസിലിറ്റി. കാരണം ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പക്ഷേ ഇത്രയും ജനങ്ങളും ഒന്നും നിറഞ്ഞ് നമ്മൾ എപ്പോഴും ഒരു ക്യാമറയെ ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദൂരെയൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സൗകര്യങ്ങളായി, കാരവൻ സൗകര്യങ്ങളായി, കുറേയൊക്കെ എന്താ പറയുന്നത്, താരതമ്യേന ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ, ഇപ്പോൾ ഉള്ളൊഴുക്കൊക്കെ നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഒരു വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും ആ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് നടക്കുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് പോലും ഇതുകൊണ്ട് കുറച്ചുകൂടെ സേഫായി മലയാള സിനിമ, അങ്ങനെ കരുതുന്നുണ്ടോ? എനിക്ക് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ പങ്കെടുക്കുന്ന കുറച്ച് സിനിമകളുടെ നേരിട്ടുള്ള അനുഭവമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതും എവിടെയെങ്കിലും വായിച്ച് കേട്ടതും ഒന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയുടെ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഞാൻ അവരുടെ റൂമിലോട്ട് തിരക്കിപ്പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്നിലേക്കൊരു കാര്യം വരികയാണെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയുകയോ നമുക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുകയോ ചെയ്യാം. അതിപ്പോൾ എൻ്റെ എല്ലാ പ്രായത്തിലും എല്ലാ കാര്യങ്ങളും അന്നൊക്കെ എന്ന് പറയുമ്പോൾ സീനിയറായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു ഇവിടെ നടികളായിട്ട്. ഓടിപ്പോയി അവരോടാണ് പറയുന്നത്, എന്ത് കാര്യം നടന്നാലും പരിഹരിക്കാൻ അവരുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയുള്ളൊരു എനിക്കൊരനുഭവം ഈ അടുത്ത കാലത്തായിട്ട് ഒരു സെറ്റിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല.